പച്ചമത്തങ്ങയും കുമ്പളങ്ങയും കൂടിയിട്ടേ ഒരു കറി വെക്കാൻ പോകണം കേട്ടോ. അപ്പോൾ തൊലി കളയാത്ത പച്ചമത്തങ്ങ, നല്ല ചള്ള് മത്തങ്ങയാണ് കേട്ടോ. തൊലിയോട് കൂട്ടിയിട്ടാണ് ഇടുന്നത്. പിന്നെ 2 പച്ചമുളക്, ഇത്തിരി കറിവേപ്പില എല്ലാം കൂടിയിട്ട് നമുക്ക് ഒരു ചട്ടിയിലിട്ടിട്ട് വേവിക്കാം കേട്ടോ. മൺചട്ടിയിലാണ് വെക്കണം കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ഇട്ട് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി ഇത്ര ഇട്ടിട്ടുണ്ട്. ഇനി വെള്ളം കൂടി ഒഴിച്ചിട്ട് വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് ഉപ്പ് ഇടണം കേട്ടോ. ഇത്തിരി കല്ലുപ്പ് ഇട്ടിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കുക. അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം കേട്ടോ. ആ സമയത്ത് നമുക്ക് ഇത്തിരി തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. തേങ്ങ വറുക്കാൻ വേണ്ടിയിട്ട് ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. 2 മണി അരിമണി, ഏത് അരിയായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കുത്തരിയാ ബോയിൽഡ് റൈസ് ഏതായാലും കുഴപ്പമൊന്നുമില്ല. അതൊന്ന് പൊട്ടി വരട്ടെ. 2 മണി ഉഴുന്ന്, അതിനുശേഷം 2 അല്ലി ചെറിയുള്ളി, ഒരു വെളുത്തുള്ളി, 2 വലിയ ടീസ്പൂൺ ഉണ്ടാവും കേട്ടോ തേങ്ങ, അത്രേ ഉള്ളൂ. ഇതൊന്ന് വറുത്തെടുക്കാം. കഷ്ണങ്ങൾ വേവുന്നുണ്ട് കേട്ടോ. ചോറിലേക്കുള്ള കറിയാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറി. മല്ലിപ്പൊടി 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് വീഡിയോയിൽ റെക്കോർഡായില്ല തോന്നുന്നുണ്ട്. ഇത്രയും ഇട്ടിട്ടുള്ളൂ. ഇനി അതിൻ്റെ വാസന ഉണ്ടല്ലോ, പച്ചമണം ഒന്ന് മാറട്ടെ. അപ്പോൾ അതേ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് കുറച്ച് വാളംപുളി പിഴിഞ്ഞിട്ട് ഒഴിക്കാം. കുറച്ച് വെന്തതാണല്ലോ, കുറച്ച് എടുത്തിട്ടുണ്ടല്ലോ കേട്ടോ. ഒന്ന് തിള വരട്ടെ. നമുക്ക് ഇത് അരച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അതൊഴിക്കാം. അപ്പോൾ ഇത് അരപ്പൊക്കെ ഒഴിച്ച് ഇത്രയും കട്ടി ഉണ്ടാവും കേട്ടോ. അതാ അടിപൊളി കറിയത്. താളിച്ചൊഴിക്കണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി വരുന്നുണ്ട്. കടുകിടുക. രണ്ട് മണി ഉലുവ, ഒരു വറ്റൽമുളകും കറിവേപ്പില, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് അടിപൊളി കറി കേട്ടത്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ.